ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സാമ്പാറിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഞാനിതാ പരിപ്പ് എടുത്ത് വെച്ചിന്. ഇപ്പോൾ 1/2 കപ്പ് സാമ്പാർ പരിപ്പാട്ടാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിതാ കഴുകി എടുത്തിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതാ 2 വിസിൽ അടുപ്പിച്ചിട്ട് അതിന്റെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. പരിപ്പ് നല്ലോണം വെന്ത് വന്നിന് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിന്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും കുക്കറിൽ വെള്ളം നല്ലോണം ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതാ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും കുറച്ച് വലുപ്പത്തിലാട്ടാ കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാട്ടാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. വേവ് കൂടിയ വെജിറ്റബിൾസ് നമ്മൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലുപ്പമുള്ള ക്യാരറ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ചേർക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് മാത്രം മതി. ഞാനിപ്പോൾ ചെറിയൊരു ബീട്രൂട്ടിന്റെ പകുതി അങ്ങനെയാട്ടാ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുരിങ്ങവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിൽ വെജിറ്റബിൾസ് നല്ല വേവ് കൂടിയ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് കുക്കർ ഫുള്ളായി. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കായത്തിന്റെ പൊടിയാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് നമ്മൾ കുറച്ചിട്ട് വറുത്തിട്ടും ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുത്തിനെ. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലെമൺ സൈസ് പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുതർത്തി വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ട ചേർക്കാനുണ്ട്. അപ്പോൾ വെണ്ട ചേർക്കുന്ന മുമ്പേ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം.
അപ്പൊ ഇതാ വെണ്ട വറുത്തെടുത്തിട്ട് അത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ വേവ് കുറഞ്ഞ വെജിറ്റബിൾ ആയതുകൊണ്ട് കേട്ടോ വെണ്ട ലാസ്റ്റ് ഇപ്പൊ ചേർത്ത് കൊടുത്തത്. അപ്പൊ വെണ്ടയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ആ ബാക്കിയുള്ള നമ്മളിപ്പം ചേർത്ത് കൊടുത്ത ആ ഒരു തക്കാളിയും വെണ്ടയെല്ലാം ഒന്ന് വെന്ത് വന്നോട്ടെ. ഇനി ഇതിലേക്ക് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മൾ വെണ്ട വറുത്തെടുത്ത് ആ സെയിം പാന് തന്നെ കേട്ടോ വെച്ചത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട്, അതിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് കൈകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടികളെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കാം. ഓക്കെ, ഇത് വറുത്തെടുത്തിട്ട് നമുക്കിനി ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ 2 തവണയായിട്ടാ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തത്. വേവ് കൂടിയ വെജിറ്റബിൾസ് ഫസ്റ്റ് ചേർത്തിട്ടുണ്ട്, വേവ് കുറഞ്ഞത് രണ്ടാമത്തെ തവണ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എങ്കിൽ നമുക്ക് ഇതിലിടുന്ന കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരിക്കുന്നോറും കുറച്ചൊന്ന് കട്ടിയായി വന്നോളൂ. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.